ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആമുഖമായി വസിയത്ത് ചെയ്യുകയാണ്. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യതകളിൽപ്പെട്ടതാണ് അവനേറെ ഉപകരിക്കുന്ന കാര്യങ്ങളിൽ അവന് നിർദ്ദേശങ്ങൾ നൽകുക എന്നുള്ളത്, അത് ചെയ്യാൻ അവനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്. അതുപോലെ തൻ്റെ മുസ്ലിം സഹോദരനുണ്ടാകുന്ന ഉപദ്രവങ്ങളിൽ നിന്നും അവനെ മാറ്റി നിർത്തുക, അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ അവനെ ഉപദേശിക്കുക എന്നുള്ളത് സഹോദരങ്ങളെ ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ഗുണകാംക്ഷയിൽപ്പെട്ടതാണ്. കാരണം ഒരു മുസ്ലിം എന്ന് പറയുന്നത് അവൻ്റെ ഈമാൻ പൂർത്തിയാകുന്നത് അവൻ എന്താണോ തനിക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നത് അത് തൻ്റെ സഹോദരന് കൂടി ഇഷ്ടപ്പെടുമ്പോൾ മാത്രമാണ്. തൻ്റെ സഹോദരന് ഒരു നന്മ കുറഞ്ഞു കണ്ടാൽ അവനും ആ നന്മ ഉണ്ടാകണമെന്ന ആഗ്രഹത്തോടു കൂടി അവനോട് ഉപദേശിക്കുന്നവനാണ്, ആ നന്മ പറഞ്ഞു കൊടുക്കുന്നവനാണ് യഥാർത്ഥ മുസ്ലിം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, തൻ്റെ സഹോദരനിൽ വല്ല കുറവുകളോ പിഴവുകളോ കണ്ടാൽ ആ പിഴവുകൾ നികത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ ശിരസ വഹിച്ചുകൊണ്ട് അവൻ തൻ്റെ സഹോദരനോട് ആ കുറവുകൾ നികത്താൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അദ്ദീനു അന്നസീഹ, ദീൻ എന്നാൽ ഗുണകാംക്ഷ മാത്രമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം പറയുകയുണ്ടായി. സ്വഹാബത്ത് ചോദിച്ചു, ലിമൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂൽ ആരോടാണ്? അവിടുന്ന് പറഞ്ഞു, ലില്ലാഹി വലി കിതാബിഹി വലി റസൂലിഹി വലി അഇമ്മത്തിൽ മുസ്ലിമീന വ ആമ്മത്തിഹിം. അവിടുന്ന് പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിനക്ക് നസീഹത്ത് ഉണ്ടാകണം, അല്ലാഹുവിൻ്റെ കിതാബിനോട് നിനക്ക് നസീഹത്ത് ഉണ്ടാകണം, അല്ലാഹുവിൻ്റെ റസൂലിനോടുള്ള നസീഹത്ത് നിനക്കുണ്ടാകണം, അതുപോലെ മുസ്ലിം ഭരണാധികാരികളോട് നസീഹത്ത് ഉണ്ടാകണം, അതുപോലെ മുസ്ലിമീങ്ങളിലെ സാധാരണക്കാരായ ആളുകളോടും നിനക്ക് നസീഹത്ത് വേണം, ഗുണകാംക്ഷ വേണം എന്ന് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഈ ഹദീസിനെ വിശദീകരിക്കുന്ന സമയത്ത് ഇമാം മുസ്ലിം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ശറഹു സഹീഹ് മുസ്ലിമിൽ ഇമാം ഹത്താബി റഹിമഹുല്ലയിൽ നിന്നും ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും. വഅമ്മാ നസീഹത്തു ആമ്മത്തിൽ മുസ്ലിമീൻ, സാധാരണ മുസ്ലിമീങ്ങളോടുള്ള ഗുണകാംക്ഷ എന്ന് പറയുന്നത് വഹും മൻ അദാ ഉലാത്തുൽ അംർ, ഭരണാധികാരികളെ മാറ്റി നിർത്തിയിട്ടുള്ള ബാക്കി എല്ലാ ആളുകളും സാധാരണക്കാരായ മുസ്ലിമീങ്ങൾ, ആമ്മത്തുൽ മുസ്ലിമീൻ എന്നറിയപ്പെടുന്നവരാണ്. അവരോട് എങ്ങനെയാണ് ഗുണകാംക്ഷ വേണ്ടത്? ഫഇർഷാദുഹും ലിമസാലിഹിം ഫി ആഖിറതിഹിം വദുനിയാഹും, അവർക്ക് ഉപകരിക്കുന്ന കാര്യങ്ങൾ, ദുന്യവിയായ കാര്യങ്ങളാകട്ടെ ഉഖ്റവിയായ കാര്യങ്ങളാകട്ടെ, അവന് പരലോക മോക്ഷത്തിന് ഉപകരിക്കുന്ന കാര്യങ്ങളാകട്ടെ, അതിലേക്ക് അവന് വഴി നടത്തി കൊടുക്കും, പറഞ്ഞു കൊടുക്കും. വഖഫുൽ അദാൻഹും, അവൻ എന്തെങ്കിലുമൊക്കെ ഉപദ്രവം വരുന്നുണ്ടെന്ന് കണ്ടാൽ നീ അതിനെ ചെറുക്കുന്നതായിരിക്കും. ഫയുഅല്ലിമുഹും മാ യജ്ഹലൂന മിൻ ദീനിഹിം വയുഈനുഹും അലൈഹി ബിൽ ഖൗലി വൽ ഫിഅൽ, അവൻ ദീനിൽ ഉപകരിക്കുന്ന കാര്യങ്ങളിൽ നീ എന്ത് ചെയ്യും? അവനെ പഠിപ്പിച്ചു കൊടുക്കും. അതിലേക്ക് എത്താനുള്ള മാർഗങ്ങൾ അവൻ നീ സഹായം ചെയ്തു കൊടുക്കും. നിന്റെ വാക്കാലും പ്രവർത്തിയാലും ഒക്കെ നീ അത് ചെയ്യും. വസത്റു ഔറാതിഹിം, അവന്റെ ന്യൂനതകൾ നീ മറച്ചു വെക്കും. വദഫ്ഉൽ മദാരി അൻഹും വജൽബിൽ മനാഫിഅ ലഹും, അവന് ഉപദ്രവം ഉണ്ടാകുന്നത് നീ തടഞ്ഞു വെക്കുകയും നന്മകൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. വഅമറുഹും ബിൽ മഅറൂഫി വനഹ്യും അനിൽ മുൻകർ, അവനോട് നന്മ കൽപ്പിക്കും, തിന്മ വിരോധിക്കും. ബിറിഫ്ഖിൻ വ ഇഖ്ലാസ്, ഇഖ്ലാസോടുകൂടി മൃദുലതയോടുകൂടി നീ അവന് പറഞ്ഞു കൊടുക്കും. അതുപോലെ വശഫഖത്തു അലൈഹിം, അവനോട് എപ്പോഴും അനുകമ്പ കാണിക്കും. വതൗഖീറു കബീരിഹിം, അവരുടെ വലിയ ആളുകളെ, മുസ്ലിമീങ്ങളിലെ പ്രായമുള്ളവരെ അവൻ ആദരിക്കുന്നതായിരിക്കും, അവരോട് ബഹുമാനിക്കുന്നതായിരിക്കും. വറഹ്മത്തു സഗീരിഹിം, ചെറിയ കുട്ടികളോട് കാരുണ്യം കാണിക്കുന്നതായിരിക്കും. വതഖവ്വലുഹും ബിൽ മൗഇളത്തിൽ ഹസന, അവർക്കിടയ്ക്കിടെ നല്ല ഉപദേശങ്ങളൊക്കെ കൊടുക്കും. വതർഖു ഗശ്ശിഹിം വഹസദിഹിം, അവരോട് അസൂയയും അതുപോലെ തന്നെ വഞ്ചനയും അവൻ ഉപേക്ഷിക്കുന്നതായിരിക്കും. വഅൻ യുഹിബ്ബ ലഹും മാ യുഹിബ്ബു ലിനഫ്സിഹി മിനൽ ഖൈരി വയക്റഹു ലഹും മാ യക്റഹു ലിനഫ്സിഹി മിനൽ മക്റൂഹി, സ്വന്തത്തിന് എന്താണോ ഉപകാരമുണ്ടാകുന്നത് അത് അവനും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കും. സ്വന്തത്തിന് അവന് വെറുക്കുന്ന കാര്യങ്ങൾ അതെൻ്റെ സഹോദരനും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് അവൻ ആഗ്രഹിക്കും. വദബ്ബു അൻ അംവാലിഹിം വഅറാദിഹിം, അവൻ്റെ അഭിമാനത്തിനോ സമ്പത്തിനോ ആരെങ്കിലും ഒക്കെ ക്ഷതമേൽപ്പിക്കാൻ വന്നാൽ അതിനെ ചെറുത്തു നിൽക്കും. വഗൈറു ദാലിക മിൻ അഹ്വാലിഹിം ബിൽ ഖൗലി വൽ ഫിഅൽ, ഇതുപോലെ നന്മകളായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവൻ്റെ വാക്കുകളും സംസാരങ്ങളുമായി അവൻ്റെ പ്രവർത്തനങ്ങളുമായി സഹോദരങ്ങളെ, തൻ്റെ മുസ്ലിം സഹോദരനെ സഹായിക്കുമെന്നുള്ളതാണ്. ഇത് നമ്മുടെ അടിസ്ഥാനപരമായി ബാധ്യതയുള്ളൊരു കാര്യമാണ്. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യതയിൽപ്പെട്ട കാര്യമാണ്. എന്നാൽ സഹോദരങ്ങളെ, ആ ബാധ്യത വർദ്ധിക്കുന്നു. ഒരു മുസ്ലിം ഇങ്ങോട്ട് വന്ന് നമ്മോട് ഉപദേശം തേടിയാൽ, എനിക്കൊരു നന്മ പറഞ്ഞു തരണമെന്ന് പറഞ്ഞാൽ, ഈ കാര്യത്തിൽ എനിക്കൊരു മാർഗനിർദ്ദേശം പറഞ്ഞു തരണം, നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എനിക്ക് വേണം, നിങ്ങളുടെ ഒരു നിർദ്ദേശം എനിക്ക് വേണമെന്ന് പറഞ്ഞ് ഒരാൾ ഇങ്ങോട്ടേക്ക് വന്നാൽ ആ ബാധ്യത വർദ്ധിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഇമാം മുസ്ലിം തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ ഉദ്ധരിക്കുന്ന വളരെ പ്രസിദ്ധമായ ഹദീസിൽ കാണാം, ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോട് 6 ബാധ്യതകളുണ്ട് എന്ന് പറഞ്ഞു. സ്വഹാബത്ത് പറഞ്ഞു, വമാ ഹുൻ,
എന്തൊക്കെയാണ് അള്ളാഹുവിന്റെ റസൂലെ എന്ന് ചോദിച്ചു. അവിടുന്ന് പറഞ്ഞു, ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി, നീ കണ്ടാൽ അവനോട് സലാം പറയണം. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കണ്ടാൽ തിരിഞ്ഞു നടക്കേണ്ടവനല്ല, മുഖം മറിച്ച് നടക്കേണ്ടവനല്ല, കണ്ടാൽ നീ സലാം പറയണം. വഇദാ ദഅാക ഫഅജിബ്ഹു, അവൻ നിന്നെ ക്ഷണിച്ചാൽ നീ ഉത്തരം ചെയ്യണം. വഇദാ സ്തൻസഹക ഫൻസഹ് ലഹു, നിന്നോട് ഇങ്ങോട്ട് ഉപദേശം തേടിയാൽ നിന്റെ ബാധ്യതയാണ് നീ അവന് ഉപദേശം കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, വഇദാ അതസ ഫഹമിദല്ലാഹ് ഫശമ്മിത്ഹു, അവൻ തുമ്മി അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ നീ തശ്മീത്ത് നടത്തണം, യർഹമുക്കല്ലാഹ് എന്ന് നീ പറയൽ നിന്റെ ബാധ്യതയാണ്. വഇദാ മരിദ ഫഉദ്ഹു, അവൻ രോഗിയായി കിടന്നാൽ നീ പോയി സന്ദർശിക്കണം. വഇദാ മാത ഫത്തബിഉഹു, അവസാനം അവൻ മരണപ്പെട്ടു പോയാൽ ബാധ്യത നീ അവനെ പിന്തുടരണം, അവന് വേണ്ടി ജനാസ നിസ്കരിക്കണം, മയ്യിത്തിനെ പിന്തുടരണം. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നോക്കൂ, ഈ ഹദീസിൽ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, വഇദാ സ്തൻസഹക ഫൻസഹ് ലഹു, ഇങ്ങോട്ട് ഉപദേശം തേടിയാൽ നീ ഉപദേശം കൊടുക്കണമെന്നുള്ളത്. അത് ദീനിന്റെ കാര്യമാകട്ടെ, ദുനിയാവിന്റെ കാര്യമാകട്ടെ, അവന്റെ ജോലിയുടെ കാര്യമാകട്ടെ, കല്യാണത്തിന്റെ കാര്യമാകട്ടെ, എന്താണോ സഹോദരങ്ങളെ അവൻ ഇങ്ങോട്ട് ചോദിച്ച ഉപദേശങ്ങൾ അതിൽ നന്മയാണെങ്കിൽ, നന്മ മാത്രമാണ് നീ കാണുന്നെങ്കിൽ, നീ അതിലേക്ക് അവനെ പ്രോത്സാഹിപ്പിക്കണം, അവനോട് അതിലേക്ക് മുന്നേറാൻ പറയണം. അത് ദീനിന്റെ കാര്യമാണെങ്കിലും ശരി, ദുനിയാവിന്റെ കാര്യമാണെങ്കിലും ശരി, നീ അത് പഠിച്ചു മനസ്സിലാക്കി നോക്കുമ്പോൾ വളരെ നല്ല കാര്യമാണെങ്കിൽ അവൻ അതിലേക്ക് പ്രേരിപ്പിക്കണം. അവൻ ആ ഖൈർ ഉണ്ടാകരുത്, അതല്ലെങ്കിൽ അവൻ ഈ അങ്ങോട്ട് ചോദിച്ച കാര്യം അതെനിക്ക് തട്ടിയെടുക്കാം എന്ന രൂപേണ നീ അവനോട് പെരുമാറാൻ പാടില്ല. അത് ഏതേത് വിഷയമാണെങ്കിലും ശരി, ഒരു വിവാഹാലോചനയുടെ വിഷയമാണെങ്കിലും ശരി, ഒരു കച്ചവടം ആരംഭിക്കുന്ന വിഷയമാണെങ്കിലും ശരി, മറ്റെന്തെങ്കിലുമൊക്കെ ഉപകരിക്കുന്ന കാര്യമാണെങ്കിലും ശരി, ഇങ്ങോട്ടേക്ക് ഉപദേശം ചോദിച്ചാൽ നിന്റെ ബാധ്യതയിൽപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നിർബന്ധമായി നിശ്ചയിച്ചിട്ടുള്ളതാണ്. ഫൻസഹ് ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, നീ ഉപദേശിക്കണം, അത് ചെയ്തോളൂ, അത് ഉപകരിക്കുന്ന കാര്യമാണെന്ന് പറയണം. ഇനി അവന് ദോഷമുണ്ടാക്കുന്ന കാര്യമാണ് അവൻ ചോദിച്ചു വന്നതെങ്കിൽ, നീ പഠിച്ചു നോക്കുമ്പോൾ അത് വലിയ അപകടമാണ് അവൻ ഉണ്ടാകാൻ പോകുന്നതെങ്കിൽ കൃത്യമായി അവനെ താക്കീത് ചെയ്യണം. അതല്ലാതെ നീ ചിന്തിക്കരുത്, അവൻ അതിൽ വീഴട്ടെ, ഒന്നും മിണ്ടാതിരിക്കാം, അവന് ഉപദ്രവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് നീ മൗനിയായിരിക്കാൻ പാടില്ല. അത് വളരെ അപകടം പിടിച്ച മൗനമാണ്. അത് നീ ചെയ്യാൻ പാടില്ല. അവന് കൃത്യമായി നീ നിർദ്ദേശം നടക്കണം, നീ അത് നിർദ്ദേശം പറയണം, അത് ചെയ്യാൻ പാടില്ല എന്ന് പറയണം. ഇനി പണ്ഡിതന്മാർ പറയുകയാണ്, ആ നന്മയും തിന്മയും ഒരുപോലെയുള്ള കാര്യമാണെങ്കിൽ, മസ്ലഹത്തും മഫ്സദത്തും ഒരുപോലെയുള്ള ഒരു വിഷയമാണെങ്കിൽ അതിൻ്റെ ഉപകാരവശങ്ങൾ നീ പറഞ്ഞു കൊടുക്കണം. അതിന് ഇന്ന ഉപകാരങ്ങളൊക്കെ കാണാനുണ്ട്, എന്നാൽ ഇന്ന പ്രശ്നങ്ങളും അതിന് വരാൻ സാധ്യതയുണ്ട്. ആ നിലക്ക് അവന് കൃത്യമായി നീ വിശദീകരിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. അതുപോലെ സഹോദരങ്ങളെ, ഏത് വിഷയമാണെങ്കിലും ഈ നിലപാട് നിനക്കുണ്ടാകണം. അഥവാ ഈ വിഷയം നിന്റേതാണെങ്കിൽ നീ എങ്ങനെയാണത് ചെയ്യുക എന്നത് നീ നോക്കിയാൽ മതി. നീയാണ് ഈ വിഷയം ചെയ്യാൻ പോകുന്നതെങ്കിൽ നീ എങ്ങനെയായിരിക്കും അത് പരിഗണിക്കുക? അവന് വഞ്ചന കാണിക്കുമോ? കൃത്യമായി പഠിക്കാതെ എന്തെങ്കിലുമൊക്കെ വഞ്ചിക്കുന്ന രൂപത്തിൽ കളവുകളോ അതല്ലെങ്കിൽ അവന് ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യങ്ങളോ നീ അഭിപ്രായം പറയുമോ? അങ്ങനെ ചെയ്യാൻ പാടില്ല. നീ നിന്റെ സ്വന്തത്തിന് ചെയ്യുന്നത് പോലെ തന്നെ സഹോദരങ്ങളെ ചെയ്യണം. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ വഞ്ചിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു മുസ്ലിം ഏറ്റവും നല്ല രൂപത്തിൽ നസീഹത്ത് നൽകുക എന്നുള്ളത് വലിയ ശ്രേഷ്ഠതയുള്ള ഇബാദത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, ഫഇന്ന അഅ്ളമ മാ ഉബിദല്ലാഹു ബിഹി നസീഹത്തു ഖൽഖി, അല്ലാഹുവിനെ ഒരു അടിമ ഇബാദത്ത് ചെയ്യുന്നതിൽ ഏറ്റവും മഹത്തരമായ ഒന്നാണ് തൻ്റെ അള്ളാഹുവിൻ്റെ പടപ്പുകളോട് നസീഹത്തുള്ളവനായി, ഗുണകാംക്ഷയുള്ളവനായി അവൻ തീരുക എന്നുള്ളത്. തൻ്റെ ചുറ്റുമുള്ളവർക്ക്, കുടുംബക്കാർക്ക്, തൻ്റെ അയൽപ്പക്കക്കാർക്ക് എല്ലാവർക്കും നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുക, അവർക്കാർക്കും ഒരു ഷർറും ഉണ്ടാകരുത് എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുക. ആ ഖൽബുമായി നീ എപ്പോഴും നിന്റെ ചുറ്റുമുള്ള മുസ്ലിമീങ്ങളുടെ ഇടയിൽ നീ ജീവിക്കുകയാണെങ്കിൽ സഹോദരങ്ങൾ, അത് ഏറ്റവും വലിയ ഇബാദത്താണ്. ഒരാൾക്കും ഒരു ഉപദ്രവം ഉണ്ടാകുന്നത് നീ ഇഷ്ടപ്പെടാൻ പാടില്ല. ഒരാൾക്കും ഒരു ഷർ ഉണ്ടാകുന്നത് സഹോദരങ്ങളെ നിനക്ക് ഇഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് നീ വളരെ കൃത്യമായി അവർക്ക് സംഭവിക്കാൻ പോകുന്ന അപകടങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായി ഉണർത്തേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കണം. ഇനി സഹോദരങ്ങളെ, ഈ ഗുണകാംക്ഷ നസീഹത്ത് വളരെ പ്രാധാന്യമുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കി. പക്ഷേ ആ നസീഹത്ത് ഗുണകരമായി തീരണമെങ്കിൽ, ഗുണകാംക്ഷ ഉപകരിക്കുന്നതായി തീരണമെങ്കിൽ, ഗുണകാംക്ഷ നടത്തുന്നവൻ നാസിഹ്, ഉപദേശകൻ, അവന് ചില ആദാബുകളും ചില മര്യാദകളുമൊക്കെ അവൻ പാലിക്കേണ്ടതുണ്ട്. അത് പാലിച്ചിട്ടില്ല എങ്കിൽ അവൻ നടത്തുന്ന ഉപദേശങ്ങൾ അത് ഫലപ്പെടണമെന്നില്ല. ആ ഉപദേശങ്ങൾ വളരെ കൃത്യമായി മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു നൽകുകയാണ്. കാരണം അത് പാലിക്കപ്പെടുമ്പോൾ മാത്രമാണ് ജനങ്ങൾക്ക് ഉപദേശങ്ങൾ സ്വീകരിക്കാൻ ഏറെ സഹായകമാകുക എന്നതുകൊണ്ട് തന്നെയാണ്. ഒന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, ഇഖ്ലാസുള്ള ഉപദേശങ്ങളായിരിക്കണം നമ്മൾ നൽകേണ്ടത്. നമ്മൾ ഒരാൾക്കൊരു ഉപദേശം നൽകുന്നത് അതൊരു നന്മ കൽപ്പിക്കുകയാണെങ്കിലും ശരി, ഒരു തിന്മയിൽ നിന്നും അവനെ എതിർക്കുകയാണെങ്കിലും ശരി, അള്ളാഹുവിൻ്റെ പ്രതിഫലമല്ലാതെ നീ മറ്റൊരു ലക്ഷ്യം അതിൻ്റെ പിന്നിൽ ഉണ്ടാകാൻ പാടില്ല. ആളുകൾ അറിയാൻ വേണ്ടിയാകാൻ പാടില്ല. അവനോട് ഉപദേശിച്ചിട്ട് ഞാനാണ് പറഞ്ഞു കൊടുത്തത്, ഞാനാണ് തടുത്തത് എന്ന ആളുകളോട് പറയാനല്ല, മറിച്ച് അവൻ നൽകുന്ന ഈ ഉപദേശം അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും
എനിക്ക് പ്രതിഫലം കിട്ടാനുള്ള ഒരു മാർഗമായി കാണണം. എൻ്റെ മുസ്ലിമായ സഹോദരനോടുള്ള ബാധ്യതയായി മനസ്സിലാക്കണം. അങ്ങനെ ഇഖ്ലാസോടുകൂടിയായിരിക്കണം സഹോദരങ്ങളെ നമ്മുടെ ഉപദേശങ്ങൾ. അതുകൊണ്ട് തന്നെ ആ ഉപദേശങ്ങൾ ഒരിക്കലും തന്നെ നീ ആരെയാണോ ഉപദേശിക്കുന്നത് അവനെ നിന്ദിക്കാനുള്ളതല്ല, അവനെ ചെറുതാക്കി കാണാനുള്ളതല്ല. ഉപദേശിക്കുക വഴി അവൻ വലിയ ആളാണെന്നും ഉപദേശിക്കപ്പെടുന്നവൻ അവൻ നിന്ദ്യനാണെന്നും അവൻ വിവരമില്ലാത്തവനാണെന്നും ഒരു ജാഹിലാണെന്നും അവനെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി, അങ്ങനെയല്ല, നിന്ദിക്കാൻ വേണ്ടിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ബിഹസ്ബി ഇംറിഇൻ മിനശ് ശർരി അൻ യഹ്കിറ അഖാഹുൽ മുസ്ലിം. ഒരു മുസ്ലിമിന് തിന്മയായിട്ട് മതി തൻ്റെ സഹോദരനെ നിന്ദിക്കുക എന്നുള്ളത്. അവൻ നിന്ദിക്കുക, നിന്നെക്കാളും നിന്ദ്യനാണ്, എൻ്റെ അത്രയൊന്നും പോരാ എന്ന രൂപത്തിൽ നിന്റെ സഹോദരനെ നീ നിന്ദിക്കുന്ന രൂപത്തിൽ അവനോട് പെരുമാറുക, അല്ലെങ്കിൽ നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു വിചാരമുണ്ടാക്കുക എന്ന് പറയുന്നത് തന്നെ തിന്മയായിട്ട് മതിയായതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ, നമ്മുടെ ഉപദേശങ്ങൾ അത് ഇഖ്ലാസ് ഉള്ളതായിരിക്കണം എന്ന് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, നമ്മുടെ ഉപദേശങ്ങൾ അത് സൗമ്യതയോടുകൂടിയായിരിക്കുക, റിഫ്കോടുകൂടിയായിരിക്കുക. വളരെ പ്രധാനപ്പെട്ട കാര്യമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇന്ന റിഫ്ക ലാ യകൂനു ഫീ ഷൈഇൻ ഇല്ലാ സാനഹ്. ഏതൊരു കാര്യത്തിലും സൗമ്യതയോടുകൂടിയാണ് നീ അത് ചെയ്യുന്നതെങ്കിൽ അത് അതിനെ ഭംഗി വർദ്ധിപ്പിച്ചിട്ടേ ഉള്ളൂ, അത് മനോഹരമാക്കി തീർക്കും. ആ കാര്യം, ആ സംസാരം, ആ പ്രവർത്തനം അത് സൗമ്യതയോടുകൂടിയാണ്, സൗമ്യതയുടെ ഭാഷയാണ് നീ ഉപയോഗിച്ചിട്ടുള്ളതെങ്കിൽ അത് മനോഹരമായി തീർക്കും. വലാ യുൻസഉ മിൻ ഷൈഇൻ ഇല്ലാ ഷാനഹ്. ആ റിഫ്കില്ലാത്ത, സൗമ്യതയില്ലാത്തൊരു കാര്യം ആ കാര്യത്തെ വഷളാക്കി തീർക്കുന്നതാണ്, മോശമാക്കി തീർക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ നല്ലതായതുകൊണ്ട് മാത്രം കാര്യമില്ല, മറിച്ച് സഹോദരങ്ങളെ നല്ല രീതിയിൽ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അപ്പോഴാണ് അത് സ്വീകരിക്കാൻ സാധിക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എത്തിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. നീ എങ്ങനെയാണ് പറഞ്ഞത്? നീ എങ്ങനെയാണ് ഉപദേശിച്ചത്? നീ വളരെ പരുഷമായ സ്വഭാവത്തോടു കൂടിയാണോ ഉപദേശിച്ചിട്ടുള്ളത്? അവനെ കളിയാക്കിക്കൊണ്ടാണോ നീ ഉപദേശിച്ചിട്ടുള്ളത്? അതല്ല, നല്ല രൂപത്തിലാണോ? അവരത് സ്വീകരിക്കണമെന്ന ചിന്തയോടുകൂടി ഏറ്റവും നല്ല ഭാഷ ഉപയോഗിച്ച് ഏറ്റവും നല്ല രീതിയിലാണോ നീ ഉപദേശിച്ചത്, സംസാരിച്ചത്? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. പലരും പറയാറുണ്ട്, എന്നോട് പറഞ്ഞ് കേൾക്കുന്നില്ല എന്നുള്ളത്, പറഞ്ഞ് മനസ്സിലാകുന്നില്ല എന്നുള്ളത്. നമ്മുടെ വാക്കുകൾ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഞാൻ നല്ല നിലക്ക് തന്നെയാണോ പറഞ്ഞു കൊടുത്തത്? നല്ല രീതിയിൽ തന്നെയായിരുന്നു എൻ്റെ സംസാരം? നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യമാണത്. മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, ഉപദേശം അത് രഹസ്യമാക്കാൻ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. ഉപദേശം രഹസ്യമാക്കണം. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ സഹായത്താൽ അവർക്ക് കൂടുതലായി ആ ഉപദേശം സ്വീകരിക്കാൻ സാധിക്കുക. അൽ ഹാഫിദ് ഇബ്നു റജബ് റഹിമഹുല്ലാ, അദ്ദേഹത്തിന് ഒരു ഗ്രന്ഥം തന്നെ ഉണ്ട്, അൽ ഫർഖു ബൈന നസീഹത്തി വത്തഈർ. യഥാർത്ഥ ഉപദേശവും ആളുകളെ കുറവാക്കലും കളിയാക്കലും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രന്ഥം തന്നെ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും, വകാന സലഫു ഇദാ അറാദു നസീഹത അഹദിൻ വഅലൂഹു സിർറാ. സലഫുകൾ, നമ്മുടെ മുൻഗാമികൾ, അവർ ഒരാൾ ഉപദേശിക്കാൻ ഉദ്ദേശിച്ചാൽ വഅലൂഹു സിർറാ, രഹസ്യമായി പറഞ്ഞു കൊടുക്കും. കാര്യങ്ങൾ രഹസ്യമായി പറഞ്ഞു കൊടുക്കും. നാലാളെ മുന്നിൽ വെച്ചിട്ട് അവനെ വഷളാക്കിക്കൊണ്ട് പറയുന്നതല്ല ഉപദേശം, അത് ആളെ കുറവാക്കലാണ്. നീ പറയുന്നത് ശരിയാണെങ്കിലും ശരി, അവൻ്റെ അടുക്കലുള്ളത് ന്യൂനതയാണെങ്കിലും ശരി, അവനിൽ നിന്നും ആ ന്യൂനത നീങ്ങണം എന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രഹസ്യമായി അവനെ വിളിച്ചുകൊണ്ട് ഉപദേശിക്കൂ. അതാണ് ഏറ്റവും നല്ല മാർഗം. പ്രധാനപ്പെട്ട മസ്ലഹത്തുകളില്ല എങ്കിൽ ഉലമാക്കൾ, പണ്ഡിതന്മാർ പറയുന്നു, രഹസ്യമായ ഉപദേശം മാത്രമേ പാടുള്ളൂ എന്നുള്ളതാണ്. ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ പറഞ്ഞതായി കാണാം, അൽ മുഅ്മിനു യസ്തുർ വയൻസഹ്. ഒരു വിശ്വാസി എന്ന് പറയുന്നത് അവൻ മറച്ചു വെക്കുകയും ഉപദേശിക്കുകയും നസീഹത്ത് കാണിക്കുകയും ചെയ്യുന്നവനാണ്. വൽ ഫാജിറു യഹ്തികു വയുഅയ്യിർ. ഫാജിർ എന്ന് പറയുന്നത്, തെമ്മാടി എന്ന് പറയുന്നത് ആളുകളുടെ തിന്മ പരസ്യപ്പെടുത്തുകയും അവനെ അപമാനിക്കുകയും ചെയ്യുന്നവനാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. മഹാനായ ഇബ്നു റജബ് അദ്ദേഹത്തിന്റെ കിതാബിൽ കാണാം, ഫഹാദല്ലദീ ദക്റഹുൽ ഫുളൈൽ മിൻ അലാമത്തുൻ നുസ്. ഈ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് പറഞ്ഞത് ഇത് നല്ല ഉപദേശത്തിന്റെ ലക്ഷണമാണ്. വഹുവ അന്ന നസ്ഹ യഖ്തരി മിൻ സിത്ർ. അതായത് നല്ല ഉപദേശം എന്ന് പറയുന്നത് അത് മറച്ചുവെക്കലിനോടൊപ്പമാണ് ഉണ്ടാക്കുക. ആളുകളെ കുറവാക്കുക എന്ന് പറയുന്നത് അത് പരസ്യപ്പെടുത്തുക എന്നാണ് പറയുന്നത്. എന്നാൽ സഹോദരങ്ങളെ, ചില വ്യക്തികളുടെ തിന്മകളെ അത് പരസ്യപ്പെടുത്തുക എന്നുള്ളത് അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ തന്നെ അംഗീകരിച്ചു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വിശിഷ്യ ആ തിന്മകൾ മുസ്ലിം ഉമ്മത്തിനെ ഒന്നായി ബാധിക്കുന്ന ശിർക്കൻ വിശ്വാസങ്ങളിലേക്കോ ബിദ്അത്തിന്റെ വിശ്വാസങ്ങളിലേക്കോ അതിലേക്ക് നയിക്കുന്ന പ്രബോധകന്മാർ നാടുനീളെ മുസ്ലിം ഉമ്മത്തിനെ വഴിപിഴപ്പിക്കുന്ന കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അവർക്കെതിരെ പരസ്യമായി സംസാരിക്കുക എന്നുള്ളത്, ആ തിന്മകളെ പരസ്യമായിട്ട് തന്നെ എതിർക്കപ്പെടുക എന്നുള്ളത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കാരണം അത് ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങളോടുള്ള നസീഹത്താണ്. ഇവിടെ ഈ ഒരു വ്യക്തിയുടെ നസീഹത്ത് മാത്രം പരിഗണിച്ചിട്ട് ബാക്കിയുള്ള ആളുകളോടൊന്നും തന്നെ നീ ആ തിന്മകളെ പരസ്യമായി എതിർക്കാതിരുന്നാൽ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങൾക്ക് അവർ തിന്മയിലേക്ക് പോകുന്ന വഴിയിൽ നിന്നും അവരെ നന്മയിലേക്ക് കൊണ്ടുപോകാൻ നിനക്ക് സാധിക്കുകയില്ല. അവർ കബളിക്കപ്പെടുന്നതിൽ നിന്നും വഞ്ചിക്കപ്പെടുന്നതിൽ നിന്നും അവരെ ശരിയായ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ നിനക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ
ബിദ്അത്തുകാർ അവർ സംസാരിക്കുന്ന സമയത്ത് ശിർക്കിലേക്കും ബിദ്അത്തുകളിലേക്കും തിന്മകളിലേക്കും ആളുകളെ ക്ഷണിക്കുന്ന സമയത്ത് അവരുടെ വളരെ കൃത്യമായി സമൂഹ മധ്യത്തിൽ തുറന്നു കാട്ടുന്നത് ഇഖ്ലാസോട് കൂടിയാണെങ്കിൽ ആ പ്രവർത്തനം സ്തുത്യർഹമായ പ്രവർത്തനം തന്നെയാണ്. അതല്ലാതെ മറ്റുള്ള ബിദ്അത്തുകാരെ കുറ്റം പറയാൻ പാടില്ല, അവരെ എതിർക്കാൻ പാടില്ല, അയാളെ എതിർക്കാൻ പാടില്ല എന്ന് പറയുന്നത് സഹോദരങ്ങളെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തിൽ പെട്ടതല്ല. ഇത് പറയുന്നത് വ്യക്തിപരമായ വിഷയങ്ങളെ കുറിച്ചാണ്. വ്യക്തിപരമായ വിഷയമാണ് ഒരാൾക്കുള്ളത് എങ്കിൽ അത് സഹോദരങ്ങളെ രഹസ്യമായ രീതിയിൽ തന്നെ അവർ എതിർക്കപ്പെടേണ്ടതാണ്. എന്നാൽ മൊത്തം ഉമ്മത്തിനെ ബാധിക്കുന്നതായ ദീനിപരമായ വിഷയങ്ങളിലാണെങ്കിൽ അതിൻ്റെ മറുപടികൾ ആവശ്യമുള്ള മുറക്ക് അത് പരസ്യമായിട്ട് തന്നെ നൽകണമെന്നുള്ളതും മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. നാലാമത്തെ കാര്യം സഹോദരങ്ങളെ, ഉപദേശകൻ ശ്രദ്ധിക്കേണ്ട കാര്യം യോജിച്ച സമയം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഉപദേശങ്ങൾ നടത്തേണ്ടത് ചില പ്രത്യേക സമയങ്ങളിലായിരിക്കണം. പണ്ഡിതന്മാർ പറയാൻ ആ ഉപദേശിക്കപ്പെടുന്ന വ്യക്തി അയാൾ അങ്ങേയറ്റം ദേഷ്യം പിടിച്ചു നിൽക്കുന്ന സമയത്തൊക്കെ നീ ചിലപ്പോൾ പോയി ഉപദേശിച്ചാൽ അവൻ സ്വീകരിക്കാൻ സാധ്യത വളരെ കുറവായിരിക്കും. അവനെ തണുക്കുന്ന രൂപത്തിൽ അവൻ ഉപദേശം കേൾക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാകുന്ന സമയത്തും രൂപത്തൊക്കെ പോയിട്ട് അവരോട് സംസാരിക്കുക എന്നുള്ളതാണ് സഹോദരങ്ങളെ ഹിക്മത്തായിട്ടുള്ളത് എന്ന് പണ്ഡിതന്മാർ പറയാൻ. ഇതൊക്കെ പ്രധാനപ്പെട്ട ചില കാരണങ്ങളാണ്. എന്നാൽ സഹോദരങ്ങളെ, ഇതിനൊക്കെ മുമ്പ് നമ്മൾ അറിയേണ്ട മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സത്യം സ്വീകരിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് നൽകേണ്ടത്. ഒരാൾക്ക് സത്യം സ്വീകരിക്കാനുള്ള തൗഫീക്ക് നൽകുന്നവൻ അള്ളാഹു തആലയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ എന്തെല്ലാം ഖൈറോടുകൂടി നന്മയോടുകൂടി നല്ല ഉദ്ദേശത്തോടുകൂടി ഉപദേശങ്ങൾ നൽകിയിട്ടും ചില ആളുകൾ അത് സ്വീകരിക്കുന്നില്ലെങ്കിൽ നമ്മൾ ദേഷ്യപ്പെടേണ്ടതില്ല, നമ്മൾ നിരാശയുണ്ടാകേണ്ടതില്ല. മറിച്ച് അവൻ സ്വീകരിക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാ, അള്ളാഹുവിന് സ്തുതി പറയുക. അവൻ സ്വീകരിക്കുന്നില്ല എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ഹിദായത്ത് നൽകുന്നതിന് വേണ്ടി അപ്പോഴും അവന് വേണ്ടി ഹിദായത്തിന് വേണ്ടി നീ ദുആ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത എന്നുള്ളത് സഹോദരങ്ങളെ മനസ്സിലാക്കുക. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സഹോദരങ്ങളെ, ഉപദേശങ്ങൾ നൽകുന്ന സമയത്ത് ഉപദേശകൻ പാലിച്ചിരിക്കേണ്ട മര്യാദകളെക്കുറിച്ചാണ് നാം കേട്ടത്. എന്നാൽ നമ്മളെപ്പോഴും ഉപദേശകർ മാത്രമായിരിക്കുകയില്ല. ഉപദേശങ്ങൾ പരസ്പരം ലഭിക്കേണ്ട കാര്യമാണ്. ചില സമയത്ത് നമ്മൾ ഉപദേശം ലഭിക്കേണ്ട ആളുകളുമാണ്. അതുകൊണ്ട് ഉപദേശം ലഭിക്കുന്ന ആളുകളും ചില മര്യാദകളും ഉപദേശം ലഭിക്കുന്ന ആളുകളും ചില ആദാബുകൾ അവരും പാലിച്ചിരിക്കേണ്ടതുണ്ട്. അതിലൊന്നാമത്തതായി പണ്ഡിതന്മാർ പറയുകയാണ്, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, നാം ഓരോരുത്തരും ഏറെ കുറവുകളുള്ള ആളുകളാണ്. ഒരുപാട് കുറവുകളുള്ള ആളുകളാണ് മനുഷ്യരായ നമ്മൾ എന്ന് ഓരോരുത്തരും തിരിച്ചറിയുക. ഞാൻ ഒരിക്കലും മറ്റുള്ളവരെക്കാളും മുന്തിയവനാണ് എന്ന ചിന്ത നമുക്ക് പാടില്ല. കാരണം ആ ചിന്ത പലപ്പോഴും സത്യം സ്വീകരിക്കാൻ ആളുകൾക്ക് തടസ്സമാകാറുണ്ട്. അതുകൊണ്ട് തന്നെ നാം എത്ര വലിയ സ്ഥാനം അലങ്കരിക്കുന്ന ആളുകളാണെങ്കിലും ശരി, നാം സമൂഹത്തിൽ വലിയ ഉന്നതരാണെങ്കിലും ശരി, എത്ര ചെറിയവനാണെങ്കിലും ശരി, നമ്മേക്കാൾ അറിവിലും പക്വതയിലും പ്രായത്തിലുമൊക്കെ എത്ര അറിവ് കുറഞ്ഞവനാണെങ്കിലും ശരി, അവൻ പറയുന്ന കാര്യം സത്യമാണെങ്കിൽ അത് സ്വീകരിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് എന്ന് സഹോദരങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മൾ സ്വീകരിക്കേണ്ടത് സത്യത്തെയാണ്. നാം എന്തെങ്കിലുമൊക്കെ കാരണത്താൽ അവനോടുള്ള വെറുപ്പ് കാരണത്താൽ ദേഷ്യത്താൽ ആ സത്യത്തെ തള്ളുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ നാം എന്താണ് തള്ളിയിട്ടുള്ളത്? ദീനിൻ്റെ ഒരു അധ്യാപനമായിരിക്കും. കാരണം സത്യം എന്ന് പറയുന്നത് അത് ദീനിനോട് യോജിക്കുന്ന കാര്യമാണ്, ഖുർആനിനോട് യോജിക്കുന്ന കാര്യമാണ്, ഹദീസുകളോട് യോജിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് സത്യത്തെ തള്ളുക എന്ന് പറയുന്നത് അത് ഗൗരവമുള്ള കാര്യമാണെന്ന് അവൻ മനസ്സിലാക്കണം. ഞാൻ യഥാർത്ഥത്തിൽ തള്ളിയത് ഇവനെയല്ല, സത്യത്തെയാണ് എന്ന ബോധ്യത്തോടുകൂടി പറയുന്നവൻ എത്ര നിസാരനാണെങ്കിലും ശരി, ഞാൻ കുറവുകൾ ഉള്ളവനാണ്, എനിക്ക് അബദ്ധങ്ങൾ ഉണ്ടായേക്കാം, എൻ്റെ അബദ്ധമാണ് ഇവൻ തിരുത്തി തന്നത് എന്ന രൂപേണ സഹോദരങ്ങളെ അവൻ ആ സത്യത്തെ സ്വീകരിക്കാൻ തയ്യാറാകണം എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. രണ്ടാമത്തെ കാര്യം, ഇങ്ങനൊരു ഉപദേശകനെ ലഭിച്ചതിൽ ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്തുതിക്കുക. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മൾക്ക് വന്നിട്ടുള്ള ഒരു തെറ്റുകൾ, നമ്മളില്ലാത്തൊരു കുറവുകൾ ഒരാൾ പറയുകയാണെങ്കിൽ, ഒരാൾ കാണിച്ചു തരികയാണെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ സന്തോഷിക്കേണ്ടവരാണ്. കാരണം ആ തെറ്റുകളുമായി റബ്ബിൻ്റെ മുന്നിലേക്ക് എത്തുകയാണെങ്കിൽ സഹോദരങ്ങളെ വലിയ അപകടമായിരിക്കും നമുക്കുണ്ടാകുക. ആ കുറവുകൾ നമുക്കുണ്ടായിരുന്നെങ്കിൽ, അവൻ പറഞ്ഞു തന്നിട്ടില്ല എങ്കിൽ നമുക്ക് വലിയ വീഴ്ചകൾ ഉണ്ടാകും. നമ്മുടെ സൽക്കർമ്മങ്ങളിൽ ഒരുപക്ഷെ വീഴ്ചയുണ്ടാകും. അതല്ലെങ്കിൽ നമ്മൾ ശരിയാണെന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരുപാട് തെറ്റുകളുമായി റബ്ബിനെ കണ്ടുമുട്ടേണ്ടി വരും. ഈ വ്യക്തി ഇതാ വന്ന് എനിക്ക് പറഞ്ഞു തരികയാണ്. പലപ്പോഴും ആളുകൾ ഈ ഒരു കാര്യത്തെ തിരിച്ചറിയാറില്ല.
ഒരാൾ നമുക്കൊരു ഉപദേശം നൽകുന്ന സമയത്ത് അതിയായ സന്തോഷമാണ് യഥാർത്ഥത്തിൽ നമുക്കുണ്ടാകേണ്ടത്. ആ സന്തോഷത്തിന്റെ ഭാഗമാണ് അള്ളാഹുവിനോട് സ്തുതിക്കുക, അൽഹംദുലില്ലാ എന്ന് പറയുന്നത്. രണ്ടാമത്, ആ ഉപകാരം ഇങ്ങോട്ട് ചെയ്തു തന്ന വ്യക്തിക്ക് നമുക്ക് നന്ദി ചെയ്യുക എന്നുള്ളത് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അവൻ ഇങ്ങോട്ട് ചെയ്തു തന്ന ഉപകാരത്തിന് സാധ്യമാകുന്ന രൂപത്തിൽ അവന് നന്ദിയുള്ളവനായി തീരുക. ഇനി അതിന് നന്ദിയുള്ളവനാകാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അവന് വേണ്ടി ധാരാളമായി ദുആ ചെയ്യുക എന്നുള്ളതാണ്. കാരണം അവൻ എൻ്റെ തെറ്റുകളെ തിരുത്തി തന്നിരിക്കുകയാണ്, അവൻ എനിക്കൊരു നന്മ പറഞ്ഞു തന്നിരിക്കുകയാണ്. ഞാൻ ശരിയാണെന്ന് വിചാരിച്ചൊരു കാര്യം അവനത് ആ തെറ്റാണെന്ന് എനിക്ക് തെളിവോടുകൂടി പറഞ്ഞു തന്നിരിക്കുകയാണ്. ഞാൻ തെറ്റാണെന്ന് വിചാരിച്ചൊരു കാര്യം അത് ശരിയായിരുന്നു എന്ന് തെളിവോടുകൂടി അവൻ പറഞ്ഞു തന്നിരിക്കുകയാണ്. അവന് വേണ്ടി പ്രാർത്ഥിക്കണം. അൽഹംദുലില്ലാ, അല്ലാഹുവിന് സ്തുതി, അല്ലാഹുവേ ഇവനും നീ ഖൈറുകളും ബറക്കത്തുകളും വർദ്ധിപ്പിച്ചു കൊടുക്കണമേ തുടങ്ങിയിട്ടുള്ള നല്ല നല്ല പ്രാർത്ഥനകൾ ഈ പറഞ്ഞു തന്ന വ്യക്തിയോട് സഹോദരങ്ങളെ എന്തു വേണം? നമ്മൾ ദുആ ചെയ്യണം എന്ന് നമ്മൾ മനസ്സിലാക്കുക. മൂന്നാമത്തെ കാര്യം, സത്യമാണെന്ന് തിരിച്ചറിഞ്ഞാൽ ഉടനെ അതിലേക്ക് മടങ്ങാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്, വൈകിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഉപദേശം ലഭിക്കുന്ന ആളുകൾ അത് ഇപ്പോൾ ഇവൻ പറഞ്ഞ സ്ഥിതിക്ക് ഞാനത് സ്വീകരിക്കുമ്പോൾ അതെനിക്ക് എൻ്റെ ഒരു വിലക്കൊരു കുറവാണ്, അല്ല ഇവൻ ഇപ്പോൾ പറഞ്ഞു അപ്പോൾ ഇപ്പം സ്വീകരിക്കേണ്ട, പിന്നീട് സ്വീകരിക്കാം, അല്ലെങ്കിൽ ഇവൻ വിചാരിക്കും ഇവ ഉപദേശിച്ചത് കൊണ്ടാണ്. കാരണം പലർക്കും തെറ്റുകളിൽ നിന്നും മാറാനുള്ള ഒരു തടസ്സം അതാണ്. തെറ്റുകളിൽ നിന്ന് മാറാനുള്ള ഒരു തടസ്സം ഇതാണ്. ഞാൻ ഇപ്പോൾ സ്വീകരിച്ചാൽ അതെൻ്റെ വിലക്കെന്തോ കുറഞ്ഞു പോകുകയാണ്, എൻ്റെ ഇസ്സത്ത് ഇല്ലാതായി പോകും, എൻ്റെ പ്രതാപം ഇല്ലാതായി പോകും എന്ന രൂപത്തിൽ ചിന്തിച്ചിട്ട് പിന്നീട് സ്വീകരിക്കാമെന്നവർ ചിന്തിക്കുകയാണ്. എന്നാൽ സഹോദരങ്ങളെ, സത്യമാണെന്ന് തിരിച്ചറിഞ്ഞാൽ ഉടനെ അതിലേക്ക് മടങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മുശ്രിക്കുകളെ കുറിച്ച് പറയുന്നത് നോക്കൂ. വഇദാ ഖീല ലഹു തഖില്ലാഹ്, അവരോട് അല്ലാഹുവിനെ സൂക്ഷിക്കാൻ, അല്ലാഹുവിന്റെ ദീനിലേക്ക് വരാൻ പറഞ്ഞാൽ അഖദത്ഹുൽ ഇസ്സതു ബിൽ ഇസ്മി ഫഹസ്ബുഹു ജഹന്നം വലബിഅ്സൽ മിഹാദ്, ദുരഭിമാനം അവരെ പാപത്തിൽ പിടിച്ചു നിർത്തുകയാണ്. അവർക്കുള്ള ദുരഭിമാനം പാപത്തിൽ തന്നെ പിടിച്ചു നിർത്താണ്. മനസ്സിലാവാനിട്ടല്ല, പറഞ്ഞത് തെറ്റാണെന്ന് ബോധ്യപ്പെടാനിട്ടല്ല, പറിച്ച് ദുരഭിമാനമാണ്. ഇനി ഞാൻ എങ്ങനെ മാറും? ഞാൻ ഇത്രയും കാലം പറഞ്ഞത് ഇതാണല്ലോ, ഇനി എങ്ങനെ ഞാൻ തിരുത്തും? ഞാൻ ഇത്രയും കാലം ചെയ്തത് ഇങ്ങനെയാണല്ലോ, ഇനി എങ്ങനെ ഞാൻ തിരുത്തും എന്ന ദുരഭിമാനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് അഖദത്ഹുൽ ഇസ്സതു ബിൽ ഇസ്ം, ദുരഭിമാനം അവരെ പാപത്തിൽ പിടിച്ചു നിർത്തുകയാണ് എന്നുള്ളത്. അവരുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ താക്കീത് ചെയ്യുന്നത് ഫഹസ്ബുഹു ജഹന്നം വലബിഅ്സൽ മിഹാദ്, അവന് നരകം മതിയായതാണ്, എത്ര മോശം സങ്കേതമാണത് എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആര് തന്നെ നമ്മൾ ഉപദേശിച്ചാലും ശരി, ഒരിക്കലും നമ്മൾ ആളുടെ വലിപ്പം നോക്കിയിട്ടോ ചെറുപ്പം നോക്കിയിട്ടോ ഒന്നും ആ ഉപദേശത്തെ തള്ളിക്കളയുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം ആളുകൾ സത്യം സ്വീകരിക്കാതിരിക്കാനുള്ള ചില കാരണങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയാൻ വലസ്ബാബുൽ മാനിഅതു മിൻ ഖബൂലിൽ ഹഖി കസീറത്തുൻ ജിദ്ദ, ആളുകൾ സത്യം സ്വീകരിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ ഒരുപാടുണ്ട്. ഫമിൻഹാ അൽ ജഹ്ലു ബിഹി, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അവൻ്റെ അറിവില്ലായ്മയാണ്, ജഹിലാണ്. പലപ്പോഴും പല കാര്യങ്ങളും കേൾക്കുമ്പോൾ സ്വീകരിക്കാതിരിക്കാൻ കാരണം അദ്ദേഹം പറയാണ് വഹാദ സബബു ഹുവൽ ഗാലിബു അലാ അക്സരിൻ നുഫൂസ്, ഇതാണ് ജനങ്ങളിൽ അധിക ആളുകൾക്കും സത്യം സ്വീകരിക്കാതിരിക്കാനുള്ള കാരണമായി വരുന്നത്. ഫഇന്ന മൻ ജഹില ശൈഅൻ ആദാഹു, കാരണം മനുഷ്യന്റെ ഒരു പ്രകൃതമാണ്, അവനൊരു കാര്യത്തിൽ അറിവില്ലെങ്കിൽ അറിവില്ലായ്മ അവന്റെ ശത്രുവായി തീരും. വആദ അഹ്ലഹു, അറിവുള്ള ആളുകളോടും അവൻ ശത്രുത ഉണ്ടാവുകയാണ്. കാരണം എന്നെക്കാളും കൂടുതൽ അവൻ അറിയാം, അതുകൊണ്ട് എന്നെക്കാളും കൂടുതൽ അറിവുള്ള ആളുകളോട് ശത്രുത ഉണ്ടാകുക എന്നുള്ളത് അത് മനുഷ്യന്റെ ഒരു മോശം സ്വഭാവമാണ്. അതോടൊപ്പം ഈ കാരണത്തോടൊപ്പം ചില കാരണങ്ങൾ കൂടി വന്നാലോ, ഏതുപോലെ ബുഗ്ദു മൻ അമറ ബിഹിൽ ഹഖ്, ഈ സത്യം ഉപദേശിക്കുന്നവനോട് തന്നെ നേരത്തെ അവന് വെറുപ്പുണ്ട്. വമുആദാതുഹു ലഹു, അവനോട് ശത്രുതയുണ്ട്. വഹസദുഹു, അവനോട് അസൂയയുണ്ട്. കാനൽ മാനിഉ മിനൽ ഖബൂലി അഖ്വ, സത്യം സ്വീകരിക്കാനുള്ള തടസ്സം അത് കഠിനമായി മാറുകയാണ്. കൂടുതലായി അവൻ സത്യത്തിൽ നിന്ന് അകന്നു പോകാൻ മാറുകയാണ്. ഫൈനില്ലാ ഫൈലാ ദാലിക്, ഇതോടൊപ്പം അവന് ഇന്ന പ്രശ്നങ്ങൾ കൂടിയുണ്ട്. ഇൽഫുഹു വആദതുഹു വമുറബ്ബഹു അലാ മാ കാന അലൈഹി, അവൻ നേരത്തെ ചെയ്തു വന്ന കാര്യങ്ങളോട് അങ്ങേയറ്റത്തെ അടുപ്പവും അങ്ങേയറ്റത്തെ അവൻ്റെ ഒരു ദിനചര്യമായി മാറി. അവൻ്റെ മാതാപിതാക്കളും അവൻ ഇഷ്ടപ്പെടുന്ന ആളുകളും അവൻ ബഹുമാനിക്കുന്ന ആളുകളൊക്കെ ഉള്ളൊരു മാർഗത്തിൽ നിന്നാണ് അവനോട് എതിരി പോകാൻ പറയുന്ന സമയത്തെങ്കിൽ അവൻ്റെ ഖവിയൽ മാരിഹ്, അവൻ സത്യത്തിലേക്ക് അടുക്കാനുള്ള കാരണം അത് കൂടുകയാണ്. സത്യം സ്വീകരിക്കാനുള്ള തടസ്സമായി അവൻ ഏതൊരു സത്യത്തിലേക്കാണ് ക്ഷണിക്കപ്പെട്ടത്, ആ സത്യം യഹൂലു ബൈനഹു വബൈന ജാഹിഹി വഇസ്സിഹി, അവൻ്റെ ഇസ്സത്തിനെയും അവൻ്റെ യശസ്സിനെയും എല്ലാം തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യമായിരിക്കും. വശഹവാതിഹി വഅഗ്റാദിഹി,
അവൻ്റെ ദേഹേച്ഛകളെയും അവൻ്റെ ലക്ഷ്യങ്ങളെയൊക്കെ തടസ്സപ്പെടുത്തുന്ന വല്ല കാര്യവുമാണെങ്കിൽ ഖവിയൽ മാനിഇ മിനൽ ഖബൂലി ജിദ്ദ, അവൻ സ്വീകരിക്കാനുള്ള കാരണം തടസ്സം അത് കൂടുതലായിരിക്കും. കാരണം അവൻ എന്താണോ ഉപേക്ഷിക്കാൻ പറഞ്ഞത് അതിനോട് അങ്ങേയറ്റത്തെ അറ്റാച്ച്മെന്റ് അവനുണ്ട്, അങ്ങേയറ്റത്തെ അഗാഢമായ ബന്ധത്തിൽ ഏർപ്പെട്ടു പോയിരിക്കുകയാണ്. അത് ഒഴിവാക്കാൻ അവന് സാധിക്കുന്നില്ല. അതല്ലെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കിയാൽ എൻ്റെ ഇസ്സത്ത് നഷ്ടപ്പെടും, എൻ്റെ ദേഹേച്ഛകൾക്ക് കുറവ് വരും, ഇങ്ങനെയൊക്കെ ചിന്തകളാണ് അവൻ വരുന്നതെങ്കിൽ അവൻ സ്വീകരിക്കാനുള്ള സാധ്യത വളരെ കൂടും എന്നാണ് പറയുന്നത്. അദ്ദേഹം തുടരുന്നു, ഇതോടൊപ്പം ചില കാര്യങ്ങൾ കൂടി ഉണ്ടെങ്കിൽ ഖൗഫുഹു മിൻ അസ്ഹാബിഹി വ അശീറതിഹി വ ഖൗമിഹി, തൻ്റെ കുടുംബക്കാരെയും തൻ്റെ കൂടെയുള്ള അസ്ഹാബുകളെയും കൂട്ടുകാരെയും അതുപോലെ തൻ്റെ ജനതയുമെല്ലാം അവൻ ഭയപ്പെടുന്നു. അലാ നഫ്സിഹി വ മാലിഹി വ ജാഹിഹി, അവൻ്റെ ശരീരത്തെയും അവൻ്റെ സമ്പത്തിലെയും അവൻ്റെ പേരിനെയും ഒക്കെ ഇവരിൽ നിന്നും ഭയപ്പെടുകയാണെങ്കിൽ കമാ വഖഅ ലി ഹിർഖൽ മലിക്കുൻ നസാറ ബിശ്ശാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്ത് ഹിർക്കൽ രാജാവ് സത്യം അറിഞ്ഞിട്ടും സ്വീകരിക്കാത്തതുപോലെ അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത് ഫഇന്ന ഹിർക്കൽ അറഫൽ ഹഖ്, ഹിർക്കലിന് സത്യം മനസ്സിലായി. വഹമ്മ ബിദ്ദുഖൂൽ, ഇസ്ലാമിലേക്ക് പ്രവേശിക്കാൻ അയാൾ അങ്ങേയറ്റം ആഗ്രഹിച്ചു. ഫലം യുതാവി ഖൗമു, അദ്ദേഹം തൻ്റെ സമൂഹത്തോട് പറഞ്ഞു നോക്കി, അവരാരും ആ പറയുന്നതിലേക്ക് വരുന്നില്ല. വഖാഫഹും അലാ നഫ്സിഹി, അദ്ദേഹം മനസ്സിലാക്കി ഇവരെല്ലാം എനിക്കെതിരാകും. അങ്ങനെ ആ കൗമിനെ, ആ സമുദായത്തെ അയാൾ പേടിക്കുകയുണ്ടായി. ഫഖ്താറൽ കുഫ്ര അലൽ ഇസ്ലാം ബഅദമാ തബയ്യന ലഹുൽ ഹുദാ, സന്മാർഗം മനസ്സിലായിട്ടും അദ്ദേഹം ഇസ്ലാമിനെതിരെ കുഫ്രിനെ തന്നെ തിരഞ്ഞെടുക്കുകയാണ്. സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ടതാണ്, ഒരാൾ നരകത്തിലേക്ക് പോകുന്ന വഴി തിരഞ്ഞെടുക്കാൻ പോലും തൻ്റെ സമൂഹവും തൻ്റെ പേരും ഞാൻ ഇത്രയും കാലം ചിന്തിച്ചു മനസ്സിലാക്കി എൻ്റെ കാരണവന്മാരൊക്കെ പറഞ്ഞ കാര്യത്തിൽ നിന്നൊക്കെ എതിരായി പോയാൽ എൻ്റെ എല്ലാ വിലയും പോകും, ഞാൻ ഇത്രയും നാട്ടിൽ ഇങ്ങനെ എന്ന പ്രസ്ഥാനത്തിൻ്റെ ആളായി തുടർന്നതാണ്, ഇനി സത്യത്തിലേക്ക് വന്നാൽ, തൗഹീദിലേക്ക് വന്നാൽ, സുന്നത്തിലേക്ക് വന്നാൽ ഇതൊക്കെ എനിക്കെതിരാകും, ആളുകളൊക്കെ എന്നെ തള്ളിപ്പറയും. നാട്ടിൽ ഹാജിയാർ എന്ന് പറഞ്ഞ് ആളുകൾ വലിയ വിലയിൽ കൊണ്ടു നടന്ന ആളുകളൊക്കെ എന്നെ ഇനി വഹാബി എന്നോ അല്ലെങ്കിൽ പുത്തൻ പ്രസ്ഥാനക്കാരനെന്നോ ഏതെങ്കിലുമൊക്കെ പേര് പറഞ്ഞ് എന്നെ ആക്ഷേപിക്കും. എനിക്കതൊന്നും സഹിച്ചുകൂടാ, എനിക്കങ്ങനെ എൻ്റെ പേര് നിലനിർത്തണം, ഞാൻ നാട്ടിൽ അറിയപ്പെട്ട ആളാണ്, അതിൽ നിന്നൊരു അല്പം താഴോട്ട് പോകാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് സത്യത്തിൽ നിന്നും ബഹുദൂരം പിന്നിട്ട് നിൽക്കുന്ന ആളുകൾ, സത്യത്തിലേക്ക് കാൽവെക്കാൻ മടിക്കുന്ന ആളുകൾ മനസ്സിലാക്കുക, നരകവും സ്വർഗവും തീരുമാനിക്കുന്ന കാര്യമാണ്. നിനക്ക് ഇവിടെ ഒന്ന് താണുപോയി ആളുകൾ നിന്നെ ഉപേക്ഷിച്ചു എന്നുള്ളത് കൊണ്ട് സഹോദരങ്ങളെ നിനക്ക് നിന്റെ സ്വർഗം നഷ്ടപ്പെടാൻ പാടില്ല എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി കീഴൊതുങ്ങിയ ഒരാളും ഇസ്സത്തില്ലാതായി തീരുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്തുള്ള പ്രതാപമുള്ള മുസ്ലിമാക്കി അവനെ മാറ്റുക തന്നെ ചെയ്യും. യഥാർത്ഥത്തിൽ പിശാചാണ് നിങ്ങളെ ഭയപ്പെടുത്തുന്നത്. ഇത് സ്വീകരിച്ചാൽ എൻ്റെ സമ്പത്തിന് കോട്ടം വരും, ഇത് സ്വീകരിച്ചാൽ എൻ്റെ പേരിന് കോട്ടം വരും, ഇത് സ്വീകരിച്ചാൽ എൻ്റെ കച്ചവടം ഇടിഞ്ഞു പോകും. പിശാച് നിങ്ങളെ ഭയപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ, അല്ലാഹുവിൻ്റെ ദീനിൽ ശരിയെന്ന് പറയുന്ന കാര്യത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ ഒരിക്കലും തന്നെ സമൂഹമോ നിന്റെ പേരോ നിന്റെ സമ്പത്തോ ഇത്രയും കാലം മനസ്സിലാക്കി വെച്ച ആദർശം ഇന്നതായിരുന്നോ, നിന്റെ പ്രസ്ഥാനം നിന്നെ പഠിപ്പിച്ചത് ഇന്ന കാര്യമായിരുന്നോ, ഒന്നും നിനക്ക് തടസ്സമാകാൻ പാടില്ല. സത്യമാണെന്ന് മനസ്സിലാക്കിയാൽ ഉടനെ സത്യത്തിലേക്ക് വരിക എന്നുള്ളത് നിനക്ക് നിർബന്ധ ബാധ്യതയാണ് എന്നുള്ളത് വളരെ കൃത്യമായി സഹോദരങ്ങളെ മനസ്സിലാക്കുക. ശേഷം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത് ഹസദുമായി ബന്ധപ്പെട്ട കാര്യമാണ്, അസൂയയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പലപ്പോഴും ആളുകൾ സത്യം സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം അസൂയയാണ്. എന്നിട്ട് അദ്ദേഹം ചരിത്രം കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ തിന്മ സംഭവിക്കുന്നത് ഇബ്ലീസ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമയോട് സുജൂദ് ചെയ്യാൻ, അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടപ്പോൾ ഇബ്ലീസ് ലഅനത്തുല്ലാഹ്, അള്ളാഹുവിന്റെ ശാപം അവനിൽ ഉണ്ടാകട്ടെ, ആ ഇബ്ലീസ് സുജൂദ് ചെയ്യാൻ കൂട്ടാക്കുന്നില്ല. എന്തായിരുന്നു കാരണം? ഹസദാണ്, അസൂയയാണ്. ഞാൻ അവനേക്കാളും മുന്തിയവനാണ്, അങ്ങനെയുള്ള ഞാൻ എന്തിന് ഇവന് സുജൂദ് ചെയ്യണം എന്ന അസൂയ കാരണത്താൽ ആ സത്യം സ്വീകരിക്കാതിരിക്കുകയാണ്. ഇനി നോക്കൂ സഹോദരങ്ങളെ, യഹൂദർക്ക് ഇസ്ലാമിനെ കുറിച്ച് വളരെ കൃത്യമായി അറിയുന്നതാണ്. അവരുടെ ഗ്രന്ഥങ്ങൾ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നതിനെ കുറിച്ച് കൃത്യമായ പരാമർശമുണ്ട്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വന്നപ്പോൾ അവർ സ്വീകരിക്കാൻ തയ്യാറായില്ല. പിന്നീട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിനെ കുറിച്ച് കൃത്യമായ പരാമർശം അവരുടെ ഗ്രന്ഥങ്ങളിലുണ്ട്. അവർക്കറിയാവുന്നതാണ്, മുഹമ്മദിന്റെ പേര് പോലും അവർക്കറിയാവുന്നതാണ്, അവരുടെ മക്കളെ അറിയുന്നത് പോലെ അല്ലാഹു തആല പറഞ്ഞല്ലോ. പക്ഷേ സ്വീകരിക്കാൻ തയ്യാറായില്ല. കാരണം അവരുടെ വംശ പരമ്പരയിൽ വരാത്തതിനാൽ മക്കയിലുള്ള ആളുകൾ അവർ ജാഹിലീങ്ങളായും പ്രാകൃതരായും കണ്ടിരുന്നു. അവിടെയാണ് മുഹമ്മദ് വന്നത്. ഇല്ല, ഇത്
ഉന്നത ജാതിക്കാരായ നമ്മുടെ അടുക്കൽ തന്നെ നമ്മുടെ പ്രവാചകനായി നമ്മുടെ കുടുംബത്തിൽ തന്നെ ജനിക്കണം, എങ്കിലേ ഞങ്ങൾ സ്വീകരിക്കുകയുള്ളൂ എന്ന അസൂയ, എന്ന അഹങ്കാരം സഹോദരങ്ങളെ സത്യത്തിലേക്ക് വരാൻ അവർക്ക് തടസ്സമായിട്ടുണ്ട് എന്നെല്ലാം ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് അസൂയയും വിദ്വേഷവും പകയും ആരോടെങ്കിലും ഒക്കെയുള്ള ശത്രുതയും ഒന്നും സത്യം സ്വീകരിക്കുന്നതിൽ നിന്നും നമുക്ക് തടസ്സമായി കൂടാ. കാരണം ഒരു വ്യക്തിയോടുള്ള ശത്രുത കാരണത്താൽ നീ സത്യത്തെ കൈയൊഴിയുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ നിനക്ക് തന്നെയാണ് ഇരു ലോകത്തും നഷ്ടമെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു ശത്രുവാണ് നമുക്ക് സത്യം പറഞ്ഞു തരുന്നതെങ്കിൽ പോലും ആ കാര്യത്തിൽ കഴമ്പുണ്ടെങ്കിൽ, സത്യമാണെങ്കിൽ അത് സ്വീകരിക്കുക എന്നുള്ളത് സഹോദരങ്ങളെ നമുക്ക് ബാധ്യതയായിട്ടുള്ള കാര്യമാണ് എന്ന് നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊക്കെ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. اللهم اغفر لنا ذنوبنا كلها دقها وجلها سرها وعلانيتها صغيرها وكبيرها يا أرحم الراحمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم انصر إخواننا المسلمين في فلسطين. اللهم انصر إخواننا المسلمين في فلسطين. اللهم انصر إخواننا المسلمين في فلسطين وفي كل مكان يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والله تعالى أعلم، وصلى الله على نبينا محمد وعلى آله وصحبه وسلم.